തലാഖിനെ കുറിച്ച് ഒരുപാട് നിയമങ്ങൾ ഇസ്ലാം നമുക്ക് നൽകുന്നുണ്ട്. അതിലേറ്റവും പ്രധാനമായൊരു വിഷയം നമ്മുടെ നാട്ടിൽ 1 ചൊല്ലി 2 ചൊല്ലി 3 ചൊല്ലി പുപ്പു എന്ന് പറയുകയാണ്. 3 വട്ടം ചൊല്ലുന്ന ഏർപ്പാട്. 3 ചൊല്ലി എത്രയോ സഹോദരിമാർ ഭർത്താക്കന്മാരും 3 ചൊല്ലിയിട്ട് രണ്ടാമത് തിരിച്ചെടുക്കുവാൻ ആവശ്യപ്പെടുമ്പോൾ അതിന് നിവൃത്തിയില്ല എന്ന് മുസ്ലിയാക്കന്മാർ പറഞ്ഞിട്ട് വ്യഭിചാരത്തിന് ബലാത്സംഗത്തിന് വിധേയമായിട്ടുണ്ട്. അഥവാ ചടങ്ങ് കല്യാണം. അവർ തമ്മിൽ ഒത്തിട്ടൊരു പുരുഷനെ കൊണ്ട് കല്യാണം കഴിപ്പിക്കുന്നു, പിറ്റേന്ന് മൊഴി ചൊല്ലിപ്പിക്കുന്നു. തനി വ്യഭിചാരമാണ്. ലഅനല്ലാഹുൽ മുഹല്ലില വൽ മുഹല്ലല ലഹു. ചടങ്ങ് നിൽക്കുന്നവനെയും ചടങ്ങ് നിർത്തുന്നവനെയും അള്ളാഹു ശപിച്ചിരിക്കുന്നു എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മൾ ഓർമ്മിപ്പിക്കുന്നു. മതപണ്ഡിതന്മാർ, മഹല്ല് ഭരണാധികാരികൾ കൂട്ടുനിൽക്കുന്നു. അവരുടെ മുന്നിൽ ഇതാ നമുക്ക് സന്ദേശം നൽകാനുണ്ട്. അള്ളാഹുവിൻ്റെ ഖുർആൻ പറയുന്നു, സൂറത്തു നിസായിലെ സൂറത്തു ബഖറയിലെ 229 ആയത്ത്, അത്വലാഖു മർറത്താനി. അത്വലാഖു മർറത്താനി, ത്വലാഖ് 2 തവണയാണ്. എവിടെ 3? നമ്മുടെ നാട്ടിൽ കേൾക്കുന്ന 3 എവിടെ? അത്വലാഖു മർറത്താനി, തലാഖ് 2 തവണയാണ്. അടുത്ത ആയത്ത്, ഫഇൻ തല്ലഖഹ, എന്നിട്ടും അവൻ അവളെ ഒഴിവാക്കിയാൽ. 1 തലാഖ് ചൊല്ലി, പിന്നീട് സലാസത്തു ഖുറൂഇൻ വൽ മുത്തല്ലഖാത്തു യതറബ്ബസ്ന ബിഅൻഫുസിഹിന്ന. സലാസത്തു ഖുറൂഇൻ 228 ആയത്തിൽ പറഞ്ഞു 3 ആർത്തവ ശുദ്ധികാലം അവർ ദീക്ഷ പാലിക്കണം, ഇദ്ദ പാലിക്കണം. അതിനുള്ളിൽ അവർക്ക് യോജിക്കാൻ നിക്കാഹ് വേണ്ട, വലിയ വേണ്ട, ആരും വേണ്ട. ആ ഡേറ്റ് കഴിഞ്ഞാൽ 3 ആർത്തവ ശുദ്ധികാലം കഴിഞ്ഞാൽ പിന്നെ അവർ തമ്മിൽ യോജിക്കണമെങ്കിൽ നിക്കാഹ് ചെയ്താൽ മതി. അവന് അവളെ തന്നെ 2 സാക്ഷികൾ മുഖേന, വലിയ മുഖേന നിക്കാഹ് ചെയ്യണം. അങ്ങനെ തിരിച്ചെടുത്തു. കുറച്ചു കാലം കൂടി മുന്നോട്ട് പോയി, വീണ്ടും പ്രശ്നങ്ങളായി. ക്ഷമിച്ചു, സഹിച്ചു, കിടപ്പറവടിഞ്ഞു, അടിച്ചു, മധ്യസ്ഥന്മാരെ നിയോഗിച്ചു, രക്ഷയില്ല. വീണ്ടും തലാഖ് ചൊല്ലി. അതാണ് പറഞ്ഞത് 2 പ്രാവശ്യം. ആ 2ാമത്തെ പ്രാവശ്യവും തിരിച്ചെടുത്തു. എന്നിട്ട് 3ാമത്തെ പ്രാവശ്യവും ഫൈൻ തല്ലഖഹ, അവൻ അവളെ മൊഴി ചൊല്ലിയാൽ ഫലാ തഹില്ലു ലഹു, അവളെ അനുവദനീയമല്ല ഹത്താ തൻകിഹ സൗജൻ ഗൈറഹു, ഇവനല്ലാത്ത മറ്റൊരാളെ അവൾ കല്യാണം കഴിക്കുന്നത് വരെ. നോക്കണേ, ഇവൻ ആളെ ഏർപ്പാടാക്കിയിട്ട് കല്യാണം കഴിപ്പിക്കുക ചെയ്യുന്നത് ആദ്യത്തെ ഭർത്താവ് തിരിച്ചെടുക്കാൻ വേണ്ടി. അള്ളാഹുവിൻ്റെ പദപ്രയോഗം നോക്കുക, അമാനുഷിക ഗ്രന്ഥമാണ് ഖുർആൻ എന്നതിന് കോടിക്കണക്കിന് തെളിവുകളാണ്. അതിലൊന്ന് ഫലാ തഹില്ലു ലഹു ഹത്താ തൻകിഹ സൗജൻ ഗൈറഹു, അവനല്ലാത്ത മറ്റൊരാളെ കല്യാണം കഴിക്കണം. എന്നിട്ട് ഫഇൻ തല്ലഖഹ, അവനും അവളെ ത്വലാഖ് ചൊല്ലിയാൽ. അപ്പോൾ അവളും അവിടെ ഉണ്ട്, ആദ്യത്തോനും അവിടെ ഉണ്ട്. അപ്പോൾ അവനിങ്ങനെ ആലോചിക്കുക, എൻ്റെ കൂടെ നടന്നിട്ട് അവൾ ശരിയായില്ല, വേറൊരാളുടെ കൂടെ അവൾ പോയി നോക്കി, കുറേ കാലം ജീവിച്ചു നോക്കി, എന്നിട്ട് ശരിയായില്ല. ഇനി നമുക്ക് തന്നെ നോക്കാം. ഏതായാലും നമ്മളത്ര പരിചയം സർവീസ് വേറെ ആർക്കും ഇല്ലല്ലോ, എന്നാൽ നമുക്ക് എന്നെ കല്യാണം കഴിക്കാമെന്ന നിലക്ക് ആരെങ്കിലും ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ, അള്ളാഹുവിൻ്റെ നിയമാതിർത്തികൾ പാലിച്ചുകൊണ്ട് ജീവിക്കാൻ കഴിയുമെന്ന് തോന്നുന്നുണ്ടെങ്കിൽ അവർക്ക് വീണ്ടും യോജിക്കാമെന്ന് ഖുർആൻ നമ്മളെ പഠിപ്പിക്കുന്നു. തലാഖ് എന്നത് വളരെ നിസ്സാരമായി കരുതുന്ന പലരുമുണ്ട്. എന്നാൽ ഒരു നിലക്കും യോജിക്കാൻ കഴിയില്ലെന്ന് ബോധ്യമായിട്ടും ഭൂമിയിൽ ഒരു നരകമുണ്ടായിക്കൊണ്ട് കട്ടിലിൻ്റെ അങ്ങേ തലക്കൽ അവളും ഇങ്ങേ തലക്കൽ അവനുമായി മാതാപിതാക്കളും കുട്ടുകുടുംബാദികളുമൊക്കെ വിഷമിച്ചുകൊണ്ട് ഒരിക്കലും വേർപിരിയാനാകാത്ത വിധമുള്ള ബന്ധമാണ് വിവാഹബന്ധമെന്ന് മനസ്സിലാക്കിയിട്ട് ജീവിക്കുന്ന ആൾക്കാരുണ്ട് ചില മതങ്ങളിൽ. പിന്നെ അവസാനം എന്താ ചെയ്യല്? ആത്മഹത്യ, അല്ലെങ്കിലോ കൊലപാതകം, അല്ലെങ്കിലോ ഒളിച്ചോട്ടം, അല്ലെങ്കിലോ വ്യഭിചാരം. എന്നാൽ ഇസ്ലാം ഈ പരിഹാരങ്ങളെയൊന്നും അംഗീകരിക്കുന്നില്ല. വേറൊരു പരിഹാരവും ആർക്കും നിർദ്ദേശിക്കാനില്ലാത്ത നിർണായകമായ ഘട്ടത്തിൽ ഇതാ ഇസ്ലാം ഒരു പരിഹാരം പറയുന്നു, വിവാഹമോചനം. അപ്പോൾ മാത്രം ശുദ്ധികാലത്തായിരിക്കണം, ആ സമയത്ത് ബന്ധപ്പെടാൻ പാടില്ല, തുടങ്ങിയ ഒരുപാട് നിയമങ്ങൾ വേറെയുമുണ്ട്. അവരുടെ സമയത്ത് തലാഖ് ചെല്ലണം. സൂറത്ത് തലാഖിലെ 1-ാമത്തെ ആയത്തിൽ അല്ലാഹു പറഞ്ഞു,
എന്നിട്ട് ത്വലാഖ് സംഭവിച്ചു കഴിഞ്ഞാൽ പിന്നെയുള്ള 3 ആർത്തവ ശുദ്ധികാലത്തെ ജീവിതം എവിടെയാകണം? ഇന്ന് തലാഖ് ചിലപ്പോഴൊക്കെ നടക്കാറുണ്ട് നമ്മുടെ സമൂഹത്തിൽ. അതിനുശേഷം അള്ളാഹു പഠിപ്പിച്ച കാര്യങ്ങൾ ശരിയായ രീതിയിൽ നടക്കുന്നുണ്ടോ? അള്ളാഹു പറയുന്നു, ലതുഖ്രിജൂഹുന്ന മിൻ ബുയൂതിഹിന്ന വലാ യഖ്റുജുന, സ്ത്രീകളെ വീടുകളിൽ നിന്ന് പുറത്താക്കരുത്, അവർ പുറത്തു പോവുകയും ചെയ്യരുത്. തലാഖ് ചൊല്ലിയ ഭർത്താവിൻ്റെ വീട്ടിൽ തലാഖ് ചൊല്ലപ്പെട്ട പെണ്ണ് 3 ആർത്തവ ശുദ്ധികാലം കഴിയണം. എന്തോ ഒരു മഹത്തരമായ സന്ദേശമാണ് ഖുർആൻ്റെത്, അള്ളാഹുവിൻ്റെത്. അവള് അവിടെ, അവനും അവിടെ. അവർ തമ്മിൽ പിരിഞ്ഞിട്ടുണ്ട്, പക്ഷേ അന്തിമമായി പിരിഞ്ഞിട്ടില്ല. ഭാര്യയാണോ? അല്ല. അന്യയാണോ? അല്ല. ഭർത്താവാണോ? അല്ല. അന്യനാണോ? അല്ല. അവളിങ്ങനെ നടക്കുന്നു. അവളുടെ മാക്സിയുടെ ശബ്ദം, അവളുടെ ചെരുപ്പിൻ്റെ ശബ്ദം, പാത്രങ്ങൾ തമ്മിൽ ഉരസുന്ന ശബ്ദം, അവർ വീട്ടിലിങ്ങനെ വർത്താനം പറയുന്ന ശബ്ദം അവൻ കേൾക്കുന്നുണ്ട്. അവൻ്റെ ശബ്ദം, അവൻ്റെ നെടുവീർപ്പ്, അവൻ്റെ കണ്ണ്, അവൻ്റെ കൈ, കാല് ഒക്കെ അവൾ കാണുന്നുണ്ട്. അടുക്കാൻ പാടില്ല, അടുക്കാൻ തീരുമാനമായിട്ടില്ല. അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം കള്ളനോട്ടങ്ങൾ നോക്കാൻ ഇടയുണ്ട്. പക്ഷേ ഭാര്യ എന്ന പോലെ പെരുമാറാൻ പാടില്ല, ഭർത്താവ് എന്ന പോലെ പെരുമാറാൻ പാടില്ല. പടച്ചവൻ യോജിപ്പിക്കുവാൻ ഭാര്യാഭർത്താക്കന്മാർ വഴിമാറിപ്പോകുന്ന ഭാര്യാഭർത്താക്കന്മാർ, വിവാഹമോചനം ചെയ്യപ്പെട്ട ഭാര്യാഭർത്താക്കന്മാർ തമ്മിൽ യോജിപ്പിക്കുവാൻ അള്ളാഹു സ്വീകരിച്ച സംവിധാനമാണിത്. ലാ തുഖ്രിജൂഹുന്ന, പുറത്താക്കരുത്. വലാ യഖ്റുജുന, പുറത്തു പോകരുത്. തലാഖ് 6-ാമത്തെ ആയത്തിൽ അള്ളാഹു പറഞ്ഞു, അസ്കിനൂഹുന്ന മിൻ ഹൈസു സകൻതും, നിങ്ങൾ താമസിക്കുന്നിടത്ത്. എവിടെയാ ജോലി? കാസർഗോഡാ, അവിടെ കൊണ്ടുപോയി താമസിപ്പിക്ക്. മിൻ വുജിദിക്കും, നിങ്ങളുടെ കൺമുമ്പിൽ. തലാഖ് ചൊല്ലിയിട്ട് ഗൾഫ് പോകുകയല്ല, ഗൾഫിൽ നിന്ന് തലാഖ് അയച്ചു കൊടുക്കല്ല, എവിടെയെങ്കിലും വെച്ച് തലാഖ് അങ്ങ് ചെല്ലുകയല്ല മക്കളെ. പിന്നെയോ അസ്കിനൂഹുന്ന മിൻ ഹൈസു സകൻതും മിൻ വുജിദിക്കും, നിങ്ങൾ കാണുന്നിടത്ത്, നിങ്ങളുടെ മുമ്പിൽ അവർ താമസിക്കണം. അപ്പോൾ വീണ്ടും വിചാരം വേഗം വരും, ഓർമ്മകൾ വരും, സ്വപ്നങ്ങളും സങ്കല്പങ്ങളും വരും. അതുകൊണ്ട് യോജിക്കാനിട വരും. ഇതാണ് ഇസ്ലാം പഠിപ്പിച്ചത്. ഇനി പുരുഷന്റെ ഭാഗത്താണ് പ്രശ്നം എങ്കിൽ ഈ ഘട്ടങ്ങളിലൂടെയെല്ലാം കടന്നു പോകാൻ അവൾക്ക് സാധ്യമല്ല. വളരെ പെട്ടെന്ന് ഒഴിവാക്കി കൊടുക്കുവാൻ ഇസ്ലാം പഠിപ്പിക്കുന്നു. അവനെ കൊണ്ട് സഹിക്കാൻ കഴിയാത്ത അവസ്ഥ വന്നാൽ, മതപരമായോ ശാരീരികമായോ മാനസികമായോ സാമ്പത്തികമായോ ഏത് പ്രശ്നങ്ങളാലും ഒരിക്കലും ഒരു മതബോധമുള്ള പെണ്ണിന് അവനെയും കൊണ്ട് മുന്നോട്ട് പോകാൻ സാധ്യമല്ലെന്ന് വന്നാൽ, അവൾ തലാഖ് ആവശ്യപ്പെട്ടിട്ട് അവൻ തലാഖ് ചെല്ലണം. അതിൻ്റെ പേരാണ് ഖുൽഅ. ഇൻലന്നാ അൻ യുഖീമാ ഹുദൂദല്ലാഹി ഫലാ ജുനാഹ അലൈഹിമാ അൻ യതഫാറഖാ. അള്ളാഹുവിൻ്റെ നിയമാതിർത്തികൾ പാലിക്കാൻ സാധ്യമല്ലെന്ന് രണ്ടുപേരും ആലോചിച്ച് തീരുമാനിച്ചാൽ അവർക്ക് തമ്മിൽ പിരിയുന്നതിന് കുഴപ്പമില്ല. അപ്പോൾ അവൾ അവന് മഹർ തിരിച്ചു കൊടുക്കുക. ഖുൽഅ എന്നാണ് അതിന് പേര്. തലാഖ് ചെല്ലാനുള്ള അധികാരം പെണ്ണുങ്ങളെ നിങ്ങൾക്കില്ല. പെണ്ണുങ്ങൾക്ക് തലാഖ് ചെല്ലാനുള്ള അധികാരം കൊടുത്തിട്ടുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു ഉമ്മ വാപ്പാൻ്റെ കൂടെ ഉണ്ടാവുമോ? ഏതെങ്കിലും ഒരു വാപ്പന്മാരുടെ കൂടെ ഉണ്ടാവുമോ? എത്ര പെട്ടെന്നാണ് ദേഷ്യം വരുന്നത്, എത്ര പെട്ടെന്നാണ് വാക്കുകൾ മാറി മറിയുന്നത്. മതി, മടുത്തു, ചത്തുപോട്ടെ, കൊന്നുകള, ഞാൻ പോവുകയാണ് എന്നൊക്കെ പറയാറില്ലേ എൻ്റെ ഉമ്മമാർ? നമ്മുടെ ഉമ്മമാരും നമ്മുടെ പെങ്ങന്മാരും നമ്മുടെ പെൺമക്കളും ഇല്ലേ? ഉണ്ട്. അതുകൊണ്ട് അള്ളാഹു ആ പണി അവരെ ഏൽപ്പിച്ചിട്ടില്ല. ഒന്ന് തലാഖ്, അവൻ്റെ ആവശ്യപ്രകാരം അവൻ ചെയ്യുന്ന തലാഖ്. 2 ഖുൽഅ, അത് അവളുടെ ആവശ്യപ്രകാരം അവൻ ചെയ്യുന്ന തലാഖ്. ശരി, നമ്മുടെ നാട്ടിലൊരു പ്രശ്നം ഇവിടെ നിലനിൽക്കുന്നു. എന്താ? അവൻ തലാഖ് ചെല്ലുന്നില്ല. എന്താ മാർഗം? ഫസ്ഖ് എന്നത് യഥാർത്ഥത്തിൽ ഒരു പരിഹാരമല്ല. ഔദ്യോഗികമായി അതിന് നിയമസാധുത കുറവാണ്. ഇസ്ലാം പഠിപ്പിക്കുന്ന മാർഗം പിന്നെ കോടതിയിൽ കേസ് കൊടുക്കുക എന്നതാണ്. മധ്യസ്ഥന്മാർ തീരുമാനമെടുക്കുക, അതിന് സാധ്യതയില്ലെങ്കിൽ കോടതിയിൽ കേസ് കൊടുക്കുക. എന്നാൽ അവൻ എവിടെയാണെന്ന് അറിയുന്നില്ല. എവിടെയാന്ന് യാതൊരു പിടുത്തമല്ല. യുദ്ധങ്ങളാകട്ടെ, മറ്റെന്തെങ്കിലും വിപത്തുകളാകട്ടെ, കാരണമായി അവൻ എവിടെയാണെന്നറിയില്ല, കുറേ കാലം മുമ്പ് പോയതാണ്. അങ്ങനെയാകുമ്പോൾ മാത്രമാണ് ഫസ്ഖ് എന്ന ഏർപ്പാട് നിലവിലുള്ളത്. അല്ലാത്ത സന്ദർഭങ്ങളിൽ ഇല്ല. അതുകൊണ്ട് ഇതിൻ്റെ നാനാവശങ്ങൾ നമുക്ക് മനസ്സിലാകേണ്ടതുണ്ട്, വ്യക്തമായി പഠിക്കേണ്ടതുണ്ട്. അപ്പോൾ ഭദ്രമായ കുടുംബത്തിൻ്റെ
നിലനിൽപ്പിന് വേണ്ടി ഖുർആനും സുന്നത്തും നൽകിയ നിർദ്ദേശങ്ങൾ പാലിക്കണം.